അനന്തപുരിയിൽ ചരിത്രമെഴുതി ബി ജെ പിയുടെ മുന്നേറ്റം, എൻ ഡി എയുടെ മുന്നേറ്റം. 36 സീറ്റുകളിൽ 36 വാർഡുകളിൽ ബി ജെ പി മുന്നോട്ട് നിൽക്കുന്നു, മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. 20 വാർഡുകളിൽ എൽ ഡി എഫ് മുൻപന്തിയിൽ നിൽക്കുന്നു, 10 ഇടത്ത് യു ഡി എഫിന്റെ കോട്ടകൊത്തളങ്ങളെ, എൽ ഡി എഫിന്റെ കോട്ടകൊത്തളങ്ങളെ തകർത്തുകൊണ്ട് എൻ ഡി എയുടെ ബി ജെ പിയുടെ മുന്നേറ്റം. കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ 2015-ലും 2020-ലും ബി ജെ പി നേടിയ 35 സീറ്റുകൾ മറികടന്നിരിക്കുന്നു, 35 വാർഡുകൾ മറികടന്നിരിക്കുന്നു ബി ജെ പി. 36 വാർഡുകളിൽ ബി ജെ പി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ബി ജെ പിയുടെ തേരോട്ടം, ബി ജെ പിയുടെ വലിയ മുന്നേറ്റം. തലസ്ഥാനം കാവിയണിയുന്നു, അനന്തപുരി കാവിയണിയുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. സി പി എമ്മിന്റെ കോട്ടകളെ തകർത്തെറിഞ്ഞുകൊണ്ട്, സി പി എമ്മിനെ പിന്നോട്ടടിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്നോട്ടടിച്ചുകൊണ്ട് ബി ജെ പിയുടെ വലിയ മുന്നേറ്റം തിരുവനന്തപുരത്തുണ്ടാകുന്നു. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ബി ജെ പി മുന്നേറ്റം നടത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. 38 ഇതാ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു. 38 ബി ജെ പി മുന്നോട്ട് നിൽക്കുന്നു, മുന്നേറ്റം നേടിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. 20 എൽ ഡി എഫ്, 8 യു ഡി എഫ്, 38 ബി ജെ പി വിജയിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ മുന്നോക്കം നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കവടിയാർ വാർഡിൽ ശബരിനാഥൻ, യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശബരിനാഥൻ വിജയിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ശാസ്തമംഗലത്ത് മുൻ DGP ആയിട്ടുള്ള ആർ ശ്രീരേഖ വിജയിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. തലസ്ഥാനത്ത് ബി ജെ പിയുടെ വൻ മുന്നേറ്റം, തലസ്ഥാനത്ത് ബി ജെ പിയുടെ കുതിച്ചു കയറ്റം എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. 38 ബി ജെ പി വിജയിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് നിൽക്കുകയാണ്, മുൻകൈ നേടിയിരിക്കുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. തലസ്ഥാനം കാവിയണിയുകയാണ്, അനന്തപുരി കാവിയണിയുകയാണ്. തലസ്ഥാനത്ത് ബി ജെ പിയുടെ വമ്പൻ മുന്നേറ്റം.